എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 66 ഇന്ന് ആരംഭിക്കുന്നു. ഈ 66ാമത്തെ അധ്യായത്തിലെ രസകരമായിട്ടുള്ള ഒരു കഥയാ പറയണത്. കരൂഷ രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് പൗണ്ഡ്രകൻ. വാസുദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അത് കാരണം അദ്ദേഹത്തെ പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരമായ സാക്ഷാൽ വാസുദേവൻ താൻ തന്നെയാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇത് ഈ ജരാസന്ധ, ശിശുപാലൻ തുടങ്ങിയുള്ള രാജാക്കന്മാരൊക്കെ പറഞ്ഞു കൊടുത്തു, അങ്ങാണ് ശരിക്ക് വാസുദേവൻ. ആ ദ്വാരകയിൽ താമസിക്കുന്നത് കൃഷ്ണനൊന്നുമല്ല, ശരിക്കും അങ്ങാണ് മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ വിചാരത്തിന് ശക്തി കൂട്ടി. അപ്പൊ ശരിക്കും വിശ്വസിച്ചു. അതൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവരും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ആ വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്നാണ് സ്വയം പ്രഖ്യാപിക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച്. അപ്പൊ ചിലരൊക്കെ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ പൗണ്ഡ്രകൻ ശ്രീ വാസുദേവനായിട്ട് തീർന്നു. അങ്ങനെ എന്താ വിഷ്ണുവിന്റെ പോലെ ആവണ്ടേ? പിന്നെ മരം കൊണ്ട് ഗരുഡനെ ഉണ്ടാക്കി, ആയുധങ്ങള്, 4 കൈകള്, 2 കൈയല്ലേ ഉള്ളൂ, അപ്പൊ മറ്റേ 2 കൈ മരം കൊണ്ട് ഉണ്ടാക്കി. പിന്നെ വിലപിട്ടിച്ച മുത്തുമാലകള്, ആഭരണങ്ങള്, ഭഗവാന്റെ പോലെ പീതാംബരം, ഇതൊക്കെ എന്നും ധരിക്കുള്ളൂ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ വനമാല ചാർത്തി. അപ്പൊ ശ്രീവത്സം എന്നുള്ള മറുകു വേണ്ടേ, അതിനെന്ത് ചെയ്യും? അതിനു വേണ്ടി അദ്ദേഹം വളരെ ത്യാഗം സഹിച്ചു. പാവം പഴുപ്പിച്ച ഇവര് പറഞ്ഞു കൊടുത്തു, അതിനൊരു കാര്യം ചെയ്താൽ മതി, ഇതേ ആ അതിന്റെ അളവിൽ തന്നെ ഇരുമ്പ് കഷ്ണം പഴുപ്പിച്ച് മറത്ത് വെക്കുക, അപ്പൊ ശരിക്കും പിന്നെ അത് മാറില്ല. അങ്ങനെ അദ്ദേഹം അതിനും കൂടി തയ്യാറായി. പിന്നെ നീല ചായ മുക്കി ആ നിറവും ശരിപ്പെടുത്തി അകലേന്ന് കണ്ട തനി ശ്രീകൃഷ്ണൻ അതേപോലെ. അപ്പൊ ഞാനാണല്ലോ വാസുദേവൻ ശരിക്കുള്ളത്. എന്നിട്ട് ദ്വാരകയിലേക്ക് ഒരു സന്ദേശത്തോടു കൂടിയിട്ട് ഒരു ദൂതനെ പറഞ്ഞേക്കാണ്. അപ്പൊ ഉഗ്രസേനൻ മുതലായിട്ടുള്ള വലിയ വലിയ രാജാക്കന്മാരെല്ലാവരും നിറഞ്ഞ ഭഗവാന്റെ സുധർമ്മ എന്ന സഭയില് ആ ദൂതൻ പ്രവേശിച്ച് സന്ദേശം ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യില് കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാൻ അത് കിട്ടിയപ്പോ ഉറക്കെ ഞങ്ങൾ വായിച്ചു. സാക്ഷാൽ ശ്രീനാരായണന്റെ അവതാരമെന്ന് സകല പേരും സമ്മതിച്ച ശ്രീ വാസുദേവൻ എഴുതുന്നത്. സാക്ഷാൽ മഹാവിഷ്ണു സാധു സംരക്ഷണത്തിനായി വാസുദേവൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ആ അവതാരമൂർത്തി ഞാൻ തന്നെയാണ്, അങ്ങല്ല. അങ്ങ് വാസുദേവൻ എന്ന പേർ ഇനി മുതൽ ഉപേക്ഷിക്കണം. ആയുധങ്ങളും ദ്വാരകയും സകല സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഈ എഴുത്ത് കണ്ട് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കാൽക്കൽ സമർപ്പിച്ച് ശരണം പ്രാപിക്കണം. അല്ലാത്തപക്ഷം യുദ്ധത്തിന് തയ്യാറാവുക എന്ന് മിഥ്യാവാസുദേവന് സാക്ഷാൽ വാസുദേവൻ എഴുതുന്നത്. എല്ലാവരും അത് കേട്ട് സഭയിലുള്ള സകല പേരും കൊണ്ട് ഉറക്ക ചിരിക്കാൻ തുടങ്ങി. ഞാനാണ് ഒറിജിനൽ വാസുദേവൻ, അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയണത്. ഭഗവാനൊന്ന് ചിരിച്ചുകൊണ്ട് ദൂതനെ മടക്കി അയച്ചു. എന്നിട്ട് എന്തായാലും യുദ്ധത്തിന് വരണമെന്നല്ലേ പറഞ്ഞു. യാദവ സൈന്യങ്ങളോടുകൂടി പൗണ്ഡ്രകനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. കാശിയിലെത്തി. അങ്ങനെ പൗണ്ഡ്രകനും സൈന്യസമേതം യുദ്ധത്തിന് തയ്യാറായി. അത് കൃത്രിമമായിട്ട് തന്നോട് സാദൃശ്യമായിട്ട് വേഷം കെട്ടി ഞെളിയുന്ന പൗണ്ഡ്രകനെ കണ്ടിട്ട് ഭഗവാൻ പൊട്ടിച്ചിരിച്ചു പോയി. ശരിക്കും ഇതുപോലെ എത്ര കഷ്ടപ്പെട്ടിട്ടാ അദ്ദേഹം ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തു. എന്നാലും സമ്മതിച്ചു. ഭഗവാന് ചിരിയും വന്നു. പാവം തോന്നിട്ടുണ്ട് അദ്ദേഹത്തിനോട്. പിന്നീട് പൗണ്ഡ്രകനായിട്ട് യുദ്ധം ചെയ്ത് സൈന്യസമേതം അദ്ദേഹത്തെ നിഗ്രഹിച്ചു. കപടമായിട്ടാണെങ്കിലും വാസുദേവോഹം എന്ന് നിരന്തരം ചിന്തിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് കരുണാർണവനായ ഭഗവാൻ പൗണ്ഡ്രകന് മോക്ഷം കൊടുത്തു. അദ്ദേഹത്തിന് സഹായമായിട്ട് നിന്നിരുന്ന ആ കാശിരാജാവിന്റെ പുത്രനായ സുദക്ഷിണൻ ഭഗവാനോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഒരു ആഭിചാര അഗ്നിയെ ദ്വാരകയിലേക്ക് അങ്ങോട്ട് അയച്ചു. ഭഗവാൻ അതാ സുദർശനത്തെ ഒന്ന് നോക്കി. ഭഗവാന്റെ ആജ്ഞ കൊണ്ട് സുദർശനം ആ അഗ്നിയെ നശിപ്പിക്കുകയും പിന്നെ കാശിയിലെത്തി. എന്നിട്ട് അനേകം ദുഷ്ടഭവനങ്ങളോടുകൂടി അവിടേക്കുള്ള ദുഷ്ടരാജാക്കന്മാര് താമസിക്കുന്ന ആ ഭവനങ്ങളും കൂടി ചുട്ടരിച്ച് ഭഗവാന്റെ അടുത്ത് തന്നെ എത്തുകയും ചെയ്തു. ഫലശ്രുതി പറയണു, ഈ ചരിത്രം ശ്രവണം ചെയ്യുന്നവർക്ക് ദുരിതം ഉണ്ടാവില്ല, ഇത് കേൾക്കുന്നവർക്ക് ദുരിതശാന്തി ഉണ്ടാവും എന്ന് ഒരു ഫലശ്രുതിയും കൂടി ഈ അധ്യായത്തിന് പറഞ്ഞു. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ഷഷ്ഠിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം
പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ സ്തുതിയൈ യഥാവതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. നന്ദവ്രജം ഗതേ രാമേ കരുഷാധിപതിർനൃപ വാസുദേവോഹമിത്യജ്ഞോ ദൂതം കൃഷ്ണായ പ്രാഹിണോ. ബലരാമൻ സ്വാമി നന്ദഗോകുലത്തില് വസിക്കുന്ന അവസരത്തില് കാശി രാജാവായ പൗണ്ഡ്രകൻ കൃഷ്ണമഹിമ ഒട്ടും അറിവില്ലാത്തവനായിരുന്നതിനാൽ വാസുദേവൻ ഞാനാണ് എന്നറിയിക്കാൻ ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ദൂതനെ അയച്ചു. അപ്പൊ ആ സമയത്ത് ബലരാമസ്വാമി ഗോകുലത്തില് പോയിരിക്കുകയായിരുന്നു. ത്വം വാസുദേവോ ഭഗവാൻ അവതീർണോ ജഗൽപതി ഇതി പ്രസ്തോഭിതോ ബാലൈ മേന ആത്മാനമച്യുതം. ലോകപരിപാലനം ചെയ്യാനായിട്ട് അവതരിച്ച ഭഗവാൻ വാസുദേവൻ ഞാനാണ് എന്ന് അറിവില്ലാത്ത ജനങ്ങള് സ്തുതിക്കുന്നത് കേട്ടപ്പോ താൻ നാശരഹിതനായിരിക്കുന്ന വാസുദേവനാണെന്ന് ആ പൗണ്ഡ്രകൻ തന്നെ കുറിച്ച് വിചാരിച്ചു. എല്ലാവരും പറഞ്ഞു സ്തുതിക്കുന്നത് കേട്ടപ്പോ അങ്ങാണ് വാസുദേവൻ. ഞങ്ങള് വിശ്വസിച്ച് അതുപോലെ വേഷമൊക്കെ കെട്ടി നടക്കുകയാണ്. ദൂതം ച പ്രാഹിണോന്മന്ദ കൃഷ്ണായ അവ്യക്തവർമ്മനെ ദ്വാരകായാം യഥാ ബാലോ നൃപോ ബാലകൃതോ ബുധ. ഈ ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോ അവരുടെ കൂട്ടത്തില് ഒരാളെ രാജാവായിട്ട് നിശ്ചയിക്കും അല്ലെ. അപ്പൊ ആ ബാലനായ ആ രാജാവ് യഥാർത്ഥ രാജാവായിട്ട് നടിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ മൂഢജനവാദത്താൽ മോഹിതനായ പൗണ്ഡ്രകൻ ആരാലും നിശ്ചയിക്കാൻ കഴിയാത്ത മഹിമയോടുകൂടി ദ്വാരകയിൽ വസിക്കുന്ന വാസുദേവന്റെ അടുത്തേക്ക് ദൂതനെ അയക്കുകയാണ്. ദൂതസ്തു ദ്വാരകാമേത്യ സഭായാമാസ്ഥിതം പ്രഭും കൃഷ്ണം കമലപത്രാക്ഷം രാജസന്ദേശമബ്രവീത്. ആ ദൂതൻ ദ്വാരകയിലെത്തി സുധർമ്മ എന്നു പേരായ മഹാസഭയില് മഹാപ്രഭുവും ദർശനമാത്രത്താൽ സർവസന്താപങ്ങളെയും തീർത്ത് ആനന്ദിപ്പിക്കുന്ന താമരദള നേത്രനുമായ ശ്രീകൃഷ്ണനോട് പൗണ്ഡ്രക രാജാവ് പറയാൻ ഏൽപ്പിച്ച കാര്യം അറിയിച്ചു. വാസുദേവോ അവതീർണോഹം ഏക ഏവ ന ചാപര ഭൂതാനാമനുകമ്പാർത്ഥം ത്വം തു മിഥ്യാഭിധാം ത്യജ. പ്രാണികളുടെ സങ്കടം തീർത്ത് അവരെ രക്ഷിക്കണം എന്നുള്ള കരുണയോടുകൂടി അവതരിച്ച വാസുദേവൻ ഞാൻ ഒരുവൻ മാത്രമാണ്, വേറൊരാളില്ല. നീ ധരിച്ചിരിക്കുന്ന വാസുദേവൻ എന്നുള്ള കള്ളപ്പേര് ഇപ്പോ മുതൽക്ക് ഉപേക്ഷിക്കണം. അതാണ് എഴുതിയിരിക്കുന്നത് അതില്. യാനി ത്വസ്മച്ഛിന്നാനി മൗഢ്യാൽ ബിഭർഷി സാത്വതാ ത്യക്ത്വൈഹി മാം ത്വം ശരണം നോ ചേത് ദേഹി മമാവകം. ഹേ യദുകുലത്തിൽ ജനിച്ചവനെ, എന്റെ വൈഭവം അറിയാൻ കഴിയാത്ത നീ, ഞാൻ ധരിച്ചിരിക്കുന്ന ശംഖചക്രാദി ചിഹ്നങ്ങൾ ധരിച്ചിരിക്കുന്നുവല്ലോ, എന്റെ ചിഹ്നങ്ങളൊക്കെ നീ ധരിച്ചിരിക്കുകയാണല്ലേ. ഭഗവാനോട് ചോദിക്കുക, അവയെല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചോളൂ, അല്ലെങ്കിൽ എന്നോട് യുദ്ധത്തിന് വരും. ശ്രീ ശുക ഉവാച. കഥനം തദുപാകർണ്യ പൗണ്ഡ്രകസ്യാൽപമേധസ ഉഗ്രസേനാദയ സഭ്യ ഉച്ചകേ ജഹസുസ്തദാ. ബുദ്ധിഹീനനായ പൗണ്ഡ്രകൻ പറഞ്ഞയച്ച ആ ആത്മപ്രശംസാരൂപമായ അർത്ഥമില്ലാത്ത സന്ദേശം കേട്ടിട്ട് ഉഗ്രസേനാദികളായ സഭാവാസികൾ
ഉച്ചത്തിൽ ചിരിച്ചു. എല്ലാവരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്തൊരു പൊട്ടനയാള്. ഉവാച ദൂതം ഭഗവാൻ പരിഹാസകഥാമനു ഉത്സൃജ്യേ മൂഢചിഹ്നാനി യൈസ്ത്വമേവം വിഗതസേ. ദൂതന്റെ വാക്ക് ഭഗവാൻ പരിഹാസമായിട്ട് കരുതി അവനോട് പറഞ്ഞു, ഹേ മൂഢ, യാതൊരു ചക്രാദികളായ കൃത്രിമായുധങ്ങൾ ധരിച്ച് നീ വാസുദേവൻ എന്ന് ഞെളിയുന്നുവോ? അവയെ ഞാൻ നിന്നെ കൊണ്ട് ഉപേക്ഷിപ്പിക്കുന്നുണ്ട്. മുഖം തദഭിധായാജ്ഞ കങ്കഗൃധ്രവടേർവൃത ശയിഷ്യസേ ഹൃദസ്തത്ര ഭവിതാ ശരണം ശുനാം. ഹേ മൂഢ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കണമെന്ന് പറഞ്ഞ് ആ മുഖം പിളർന്നുകൊണ്ട് നീ എന്നാൽ കൊല്ലപ്പെട്ടവനായി കഴുകൻ, കാക്ക മുതലായ പക്ഷികളാൽ ചുറ്റപ്പെട്ടവനായിട്ട് കിടക്കുമ്പോൾ ആ രണഭൂമിയില് നീ ശ്വാക്കൾക്ക് ശരണമായിട്ട് ഭവിക്കും. അവ നിന്റെ മാംസം തിന്ന് തൃപ്തരായിട്ടിരിക്കും എന്നർത്ഥം. ഇതിദൂതസ്തദാക്ഷേപം സ്വാമിനേ സർവമാഹരൽ കൃഷ്ണോ വിരഥമാസ്ഥായ കാശീം ഉപജഗാമഹ. ഇങ്ങനെ പറയപ്പെട്ട ദൂതൻ ശ്രീകൃഷ്ണൻ ചെയ്ത ആ ആക്ഷേപം മുഴുവനും അവിടെ ചെന്നിട്ട് പൗണ്ഡ്രക വാസുദേവനോട് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും തേര് കയറിയിരുന്ന് കാശിയിലേക്ക് യാത്രയായി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.